അതല്ലാതെ വീട് വിൽക്കാനും സ്ഥലം മേടിക്കാനും കല്യാണം നടക്കാനും ജോലി കിട്ടാനും ഒന്നായിട്ടൊന്നും അല്ല. ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം വേണ്ടത് യഥാസമയം ദൈവം ഒരുക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ലോകം നശിക്കാൻ പോകുന്നതും നശിച്ചുകൊണ്ടിരിക്കുന്നതും സമ്പത്താണ് ഇതിലുള്ള പ്രശ്നം. മനുഷ്യൻ എത്രമാത്രം സമ്പത്തിനോട് ആർത്തി കാണിക്കാനായിട്ട് തുടങ്ങിയോ അത് തന്നെയാണ് ഇന്ന് വരുന്ന എല്ലാ നാശത്തിനും കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്തിനോട് താല്പര്യം തോന്നിയത് കൊണ്ടാണ് എല്ലാവിധ മ്ലേച്ഛതകളും സംഭവിക്കുന്നത്. അമ്മ ആരാണെന്നോ സഹോദരി ആരാണെന്നോ തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ കൊണ്ടാണ് ഇന്ന് കൂട്ടബലാത്സംഗവും കൊലപാതകവും മരണങ്ങളും ഒക്കെ നടക്കുന്നത്. സ്ത്രീ ആരാണെന്നും എന്താണെന്നും പുരുഷന്മാർക്ക് ഭവനത്തിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും അത്യാവശ്യം ഗുരുത്വമാണ്. ഗുരുത്വമില്ലാത്തതുകൊണ്ടാണിത് തിരിച്ചറിയാൻ വയ്യാതെ പോകുന്നത്. സ്ത്രീ ഇല്ലെങ്കിൽ ലോകം ഉണ്ടായിരിക്കുമോ? ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ സ്ത്രീയുടെ വില എത്രമാത്രം വലുതാണ്. ഏത് രീതിയിലാണ് സ്ത്രീയെ മാനിക്കേണ്ടത്? സ്ത്രീ തന്നെയല്ലേ പുരുഷന് ജന്മം നൽകുന്നത്. ഈ ജന്മം നൽകുന്ന ആളിനെ വിളിക്കുന്നത് ദൈവമെന്നാണ്. അതിനെതിരായിട്ട് നിലകൊള്ളാനായിട്ട് തയ്യാറാകുന്നെങ്കിൽ അത് ആരാണ് അങ്ങനെ നിലകൊള്ളുന്നത്? പിശാചാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന ആൺകുട്ടികൾക്ക് അമ്മമാരാണ് സ്ത്രീയുടെ വില പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇന്ന് ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട് കരവട്ടായും അഭ്യാസവും ഇതെല്ലാം പഠിക്കണം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ പറയുന്നത്. ഏത് അഭ്യാസം പഠിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ടിവിയിലൊക്കെ കാണുന്നില്ലേ ഒരു സാധു മൃഗത്തെ പിടിക്കാനായിട്ട് നാലാ വഴിക്കുന്നും സിംഹങ്ങളും പുലികളും എല്ലാം ഓടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നാലാ വഴിക്കുന്നും കൂടെ പിടിച്ച് അതിനെ കടിച്ചു കീറി കൊല്ലുക ചെയ്യുന്നത്. ഇതെത്ര ശക്തിയിൽ ഓടിയാലും രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോഴാ ക്രൂര മൃഗത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ലളിതമായ സ്വഭാവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഭവനത്തിൽ നിന്നാണ് അവർക്ക് വേണ്ട അറിവ് ലഭിക്കേണ്ടത്. ഭവനത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഉപരി സ്കൂളിൽ നിന്നാണിത് ലഭിക്കേണ്ടത്. സ്ത്രീ ആരാണെന്നും എന്താണെന്നും സ്ത്രീയുടെ വില എന്താണെന്നും. കാരണം ഇപ്പൊ സ്ത്രീകളെല്ലാം കൂടെ തീരുമാനം എടുക്കുകയാണ് ഇനി മുതൽ ഞങ്ങൾ പ്രസവം നിർത്തുകയാണ്. ഇനി മുതൽ പ്രസവിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാല് പിന്നെ പുരുഷന്മാര് വരുവാ ഈ ഭൂമിയില്. അവർക്ക് പറയാൻ പറ്റുമോ? എന്നാ ഇപ്പൊ നാളെ വരെ ഞങ്ങളങ്ങ് പറയാൻ പോവാണ്. ഒക്കുന്ന കാര്യമാണോ? ഇവിടെ പുരുഷൻ ഭൂമി ജനിക്കണമെങ്കിൽ ആരാ വേണ്ടേ? സ്ത്രീ വേണം. അപ്പൊ അവരെ ബഹുമാനിക്കേണ്ടത് ആരാ? ആ പുരുഷന്മാരാണ് അവരെ ബഹുമാനിക്കേണ്ടത്. അതാണ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഈ ലോകം സകലതും ഒന്ന് ചേർന്നിരിക്കുന്നതാണ് ഒരു സ്ത്രീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവമില്ലാത്ത ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളും ഞാനുമായിട്ടൊരു ബസ് സ്റ്റോപ്പിലിരുന്ന് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ദൈവമൊന്നുമില്ല, ദൈവവുമായിട്ട് പ്രാർത്ഥനയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച മോനെ നിനക്ക് ദൈവം ഇല്ല എന്ന് പറയുന്നത് ശരിയാ, ദൈവം ഇല്ല. നിനക്ക് അമ്മയുണ്ടോ? ഇങ്ങനെ പറഞ്ഞാ ഉണ്ട്. എന്താണ് നീ വിളിക്കുന്നവരെ? അത് അമ്മയെന്ന് തന്നെ. ഞാൻ പറഞ്ഞത് നീ ഇപ്പൊ പറയുന്നതിന് ഒരർത്ഥവും ഇല്ല. ദൈവം ഇല്ല എന്ന് നീ പറയുന്നെങ്കിൽ അതിന് യാതൊരു അർത്ഥവും ഇല്ല. കാരണം നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെയാണ് നീ
കണ്ണു മുമ്പിൽ നിന്നുകൊണ്ട് ഇല്ല 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 എന്ന് പറയുന്നത്. നീ കണ്ണടച്ച് ഇരുട്ടാക്കിയിരിക്കുകയാണ്. നിരീശ്വരവാദിയായിരിക്കുന്ന നീ ഒരിക്കലും നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവരെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. നീ അമ്മയെന്ന് വിളിക്കുന്നെങ്കിൽ നീ ദൈവത്തെയാണ് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗുരുനാഥന്മാര് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം വരുന്ന ആളുടെ പേര് മാതാപിതാ ഗുരു, 4ാം സ്ഥാനത്താണ് ദൈവം വരുന്നത്. അപ്പോഴേ അമ്മയുടെ വില എന്താണ്, അല്ലെ സ്ത്രീയുടെ വില എന്താണ്? വേട്ടമൃഗത്തെ പോലെ വേട്ടയാടാനുള്ളതല്ല സ്ത്രീ. ഇത് തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ ലോകം അവസാനിക്കും. ഇങ്ങനെയുള്ള അവസ്ഥ തുടർന്നാൽ ചിന്തിക്കുന്നതിന് മുമ്പേ ലോകം അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ത്രീയുടെ വില എന്താണെന്നും സ്ത്രീ ആരാണെന്നും തിരിച്ചറിയണമെങ്കിൽ പുരുഷന്റെ എവിടെ നിന്നിരിക്കുന്ന അമ്മയെ നിങ്ങളൊന്ന് ആഴമായ രീതിയിൽ നോക്കിയാൽ മതി. ആഴമായ രീതിയിൽ നിങ്ങളൊന്ന് കാണണം പുരുഷന്റെ ചവിട്ടി നിൽക്കുന്ന മാതാവിന്. അപ്പോൾ മാത്രമേ സ്ത്രീ ആരാണെന്നും എന്താണെന്നും തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. കഴിവതും പിശാചിനോട് കൂടെയുള്ള ചങ്ങാത്തം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. ഇന്നും കിട്ടിയിരിക്കുന്ന സന്ദേശം അത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. ശിഷ്യന്മാരെ കർത്താവ് അയക്കുന്നു, 12 പേരെ. ഞാൻ പോകാനുള്ള ഇടങ്ങളിലേക്ക് ഇതാ നിങ്ങളെ ഞാൻ അയക്കുന്നു. യഹൂദര് സ്ത്രീകൾക്ക് കുറഞ്ഞ വിലയാണ് കൊടുത്തിരുന്നെങ്കിൽ, താഴ്ന്ന വിലയാണ് അവർക്ക് നൽകിയിരുന്നെങ്കിൽ, യേശു കൊടുത്തിരുന്ന വില ചെറുതല്ല സ്ത്രീക്ക്. യേശു കൊടുത്തിരിക്കുന്ന വില ചെറുതല്ല സ്ത്രീക്ക്. ഈ ഭൂമിയോട് ഉപമിക്കേണ്ട പറ്റില്ല യേശു സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന വില. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന വില ഇത്രമാത്രം വലുതാണെങ്കിൽ നമ്മൾ എന്ത് വിലയാണ് കൊടുത്തിരിക്കുന്നത്? അതുകൊണ്ടാണ് ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് തയ്യാറായതിനു ശേഷമാണ് ഞാൻ പുറത്തു പോകുമ്പോഴും പുറത്തു പോയിട്ട് വരുമ്പോഴും ഒക്കെ അപ്പന്റെ അമ്മയുടെയൊക്കെ കാല് തൊഴുതിട്ടാണ് അകത്ത് കയറുക. പോകാനൊരുങ്ങുമ്പോഴും അപ്പന്റെ അമ്മയുടെയൊക്കെ കാല് തൊട്ട് വന്നിച്ചിട്ടാണ് പുറത്തു പോവുക. ഭൂമിയിൽ കാണപ്പെട്ട ദൈവമാണ് മാതാപിതാക്കൾ. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അമ്മയ്ക്കാണ്. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം വെളിച്ചമെന്നാണ്, പ്രകാശം. അമ്മ അമ്മ നമ്മൾ വിളിക്കുന്നെങ്കിൽ വെളിച്ചമെന്നാണ് നമ്മൾ വിളിക്കുന്നത്. നിന്നെ ഈ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ, ദൈവിക വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, ആ വെളിച്ചം കാണിക്കാൻ വെളിച്ചമായിട്ട് തീർന്നവളാണ് നിന്റെ അമ്മ. അപ്പോഴേ ഏതൊരു കുഞ്ഞിനെ കാണുമ്പോഴും ഓർക്കുക, ഈ കുഞ്ഞിലൊരു അമ്മയുണ്ട്, ഈ കുഞ്ഞിലൊരു അമ്മ ഉണ്ട്. ഇന്നലെ നാളെ അവള് അമ്മയുടെ സ്ഥാനത്തേക്കാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരുഷന്മാർക്ക് ഒരിക്കലും നിഷേധിക്കാനായിട്ട് സാധിക്കാത്ത കാര്യങ്ങളാണ്. കാരണം പുരുഷന്മാർ ഈ ഭൂമിയിൽ വരണമെങ്കിൽ സ്ത്രീ ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഈശോ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതും ഒരു സ്ത്രീയുടെ ഉദരം വഴിയാണ്. അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? മാതാവിന്റെ ഉദരത്തിലൂടെ വന്ന് ജനിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? പ്രത്യക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, അവിടത്തേക്ക് എല്ലാം സാധിക്കുമായിരുന്നു. എന്നാൽ സ്ത്രീയുടെ വില എന്താണെന്നും സ്ത്രീയുടെ ശക്തി എന്താണെന്നും ദൈവം വെളിപ്പെടുത്തി തരുമായിരുന്നു ഈ ലോകത്തിൽ. ഇത് വെളിപ്പെടുത്തി കിട്ടിയത് കൊണ്ടാണ് ഇന്ന് സ്ത്രീക്കെതിരായിട്ട് പിശാച് അതീവ ശക്തി പ്രാപിക്കുന്നത്. എല്ലാ യുഗത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിരുന്നത്. ഇതേപോലെയൊക്കെ തന്നെയാണ് സോദോം ഗൊമോറയിലും സംഭവിച്ചത്. നോഹയുടെ കാലഘട്ടത്തും ഇതേപോലെ തന്നെയായിരുന്നു സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി.
3 കുഞ്ഞുങ്ങൾ മുതൽ താഴോട്ടുള്ള സ്ത്രീകളെന്ന് കരങ്ങൾ ഉയർത്തുക. 3 കുഞ്ഞുങ്ങൾ മുതൽ താഴോട്ടുള്ളവര്. 1, 2, 3. 3-ന് മേലോട്ടുള്ളവര് കരങ്ങൾ ഉയർത്തണ്ട. 4 ഉള്ളവര് കൈ പൊക്കണ്ട. 3 മുതൽ താഴോട്ടുള്ളവര്. 3, 2, 1 ഇങ്ങനെയുള്ളവര്, അങ്ങനെയുള്ള എല്ലാവരും തന്നെ കരങ്ങൾ ഉയർത്തുക. കരങ്ങൾ താഴ്ത്തിയിടുക. കാരണം മക്കളിലൂടെയാണ് ദൈവം അനുഗ്രഹങ്ങള് തരുന്നത്. അതുകൊണ്ട് നമ്മള് പറയാറുണ്ട്, ഇങ്ങനെ എൻ്റെ 5ാമത്തെ മകൻ ജനിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടില് മാറ്റമുണ്ടായത്. 4ാമത്തെ മോള് ജനിച്ചതിന് ശേഷമാണ് വീട്ടിൽ അനുഗ്രഹവും ഐശ്വര്യം ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. അപ്പോഴേ ഈ 2 1 വെച്ച് നിർത്താൻ, 3 വെച്ച് നിർത്താനായിട്ട് തയ്യാറായത് അന്ധകാര ശക്തി ഇടപെട്ടതുകൊണ്ട്. കാരണം അത് ആരിലൂടെയൊക്കെ വരുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. ദൈവം അബ്രഹാത്തിനോട് പറഞ്ഞത് ആകാശത്ത് നക്ഷത്രം പോലെയും